അടുത്തത് നമുക്ക് പറയാനുള്ളത് ജനറൽ സർവീസ് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് സെൻട്രൽ ഓഫീസസിന്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. Communication between the intergroup central office and the general service area committee or the district committee and the GSO is the key to working together. In 1990, the General Service Conference stressed the importance of communication and recommended that the delegates establish and maintain contact with the officers in their areas to share conference information and assure that intergroup central offices have a voice in the fellowship through their existing service structure. Try to find out what is going on by getting together from time to time with the corresponding committee in your area. It is important to share ideas and discuss activities so as to avoid duplications of effort. It is not important area committee are complementary rather than competitive. AA operations both exist to help ensure AA unity and to fulfill AA's primary purpose of carrying the message. In 1986, the first AAWS Intergroup Central Office seminar was held to discuss questions on literature distribution, pricing, and discounts, and to share ways to work together. Seminars are now held each year. Seminar history and information can be found at www.icoaa.org. For its own part, GSO also seeks to keep intergroup central office well informed. As a regular policy, the GSO newsletter Box 459, as well as activity updates and AWS highlights, are sent to each intergroup central office that lists itself. The GSO, therefore, it is important to remember to update office contact information. The staff member on the group services assignment is the liaison with intergroup central offices. You may contact group services by calling 212-870-3400 or emailing group services@aa.org. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ആശയ വിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസ്, ജനറൽ സർവീസ് ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി കൂടാതെ GSO തമ്മിലുള്ള ആശയവിനിമയം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന താക്കോലാണ്. 1990 ജനറൽ സർവീസ് കോൺഫറൻസ് ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. കോൺഫറൻസ് പ്രതിനിധികൾ ഡെലിഗേറ്റ്സ് അവരുടെ മേഖലകളിലെ ഓഫീസുകളുമായി ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന് ശുപാർശ ചെയ്തു. ഇതിലൂടെ കോൺഫറൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകൾക്ക് ഫെലോഷിപ്പിനുള്ളിൽ ഒരു ശബ്ദം ലഭിക്കാനും സാധിക്കും. നിങ്ങളുടെ പ്രദേശത്തെ ബന്ധപ്പെട്ട കമ്മിറ്റികളുമായി ഇടയ്ക്കിടെ കൂടിച്ചേരുകയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. ആശയങ്ങൾ പങ്കിടുകയും പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം അതിലൂടെ പ്രവർത്തനങ്ങളുടെ ആവർത്തനം ഒഴിവാക്കാൻ കഴിയും. പ്രധാന കാര്യം ആരാണ് ജോലി ചെയ്യുന്നത് എന്നല്ല, ജനറൽ സർവീസ് കമ്മിറ്റിയാണോ, ഇന്റർഗ്രൂപ്പ് കമ്മിറ്റിയാണോ, സെൻട്രൽ ഓഫീസ് കമ്മിറ്റിയോ ആണോ എന്നല്ല, മറിച്ച് ജോലി നടക്കണം എന്നതാണ്. അടുത്ത മദ്യപാനിക്ക് സഹായം ലഭിക്കണം. നമ്മുടെ ഫെലോഷിപ്പ് സഹായം നൽകണം. ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകളും ജനറൽ സർവീസ് ഏരിയ കമ്മിറ്റികളും തമ്മിലുള്ള ബന്ധം മത്സരപരമായതല്ല, മറിച്ച് പരസ്പരം പൂർത്തിയാക്കുന്ന കോംപ്ലിമെന്ററി AA പ്രവർത്തനങ്ങളാണ്. രണ്ടും AAയുടെ ഐക്യം ഉറപ്പാക്കാനും AAയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. 1986 ആദ്യ AA വേൾഡ് സർവീസ് ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസ് സെമിനാർ നടന്നു. സാഹിത്യങ്ങളുടെ വിതരണം, വില നിശ്ചയം, ഡിസ്കൗണ്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മാർഗങ്ങൾ പങ്കിടാനും ആയിരുന്നു അത്. ഇപ്പോൾ ഈ സെമിനാറുകൾ ഓരോ വർഷവും നടക്കുന്നുണ്ട്. സെമിനാർ ചരിത്രവും വിവരങ്ങളും www.icoaa.org ലഭ്യമാണ്. തങ്ങളുടെ ഭാഗത്തു നിന്ന് GSOയും ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകളെ അറിയിപ്പിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. പതിവായി GSO ന്യൂസ്ലെറ്റർ ബോക്സ് 459 പ്രവർത്തന അപ്ഡേറ്റുകൾ, AAWS ഹൈലൈറ്റുകൾ എന്നിവ GSOയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകൾക്കും അയക്കുന്നു. അതിനാൽ ഓഫീസ് കോൺടാക്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. ഗ്രൂപ്പ് സർവീസ് വിഭാഗത്തിലെ സ്റ്റാഫ് അംഗം ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകളുമായി ബന്ധപ്പെടാനുള്ള ലൈസൺ ആയി പ്രവർത്തിക്കുന്നു. ഗ്രൂപ്പ് സർവീസിന്
212-870-3400 എന്ന നമ്പർ വിളിക്കുകയോ ഗ്രൂപ്പ് സർവീസസ്@aa.org എന്ന ഇമെയിൽ വഴി ബന്ധപ്പെടുകയോ ചെയ്യാം.